Good morning. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പാരന്റ് ഓർ ഫിക്ടീഷ്യസ് ഫോഴ്സ് ഇവയെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് അപ്പാരന്റ് ഓർ ഫിക്ടീഷ്യസ് ഫോഴ്സ് എന്നതിനെ കുറിച്ച് നോക്കാം. നമ്മൾ ഇതുവരെ കൺസിഡർ ചെയ്തത് ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. എന്നാൽ നമ്മൾ നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് കൺസിഡർ ചെയ്യുന്ന സമയങ്ങളിലാണ് അപ്പാരന്റ് ഓർ ഫിക്ടീഷ്യസ് ഫോഴ്സിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. എന്ന് വെച്ചാൽ the force act on the mass whose motions can be described by using a non-inertial frame of reference. That force is known as fictitious or apparent force. എന്ന് വെച്ചാൽ നമ്മൾ നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിനെ അടിസ്ഥാനമാക്കി ഒരു മാസീവ് ഒബ്ജക്ട് അല്ലെങ്കിൽ സിസ്റ്റത്തിനെ ആ സിസ്റ്റത്തിന് മേൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്താണ് അപ്പാരന്റ് അല്ലെങ്കിൽ ഫിക്ടീഷ്യസ് ഫോഴ്സ് എന്ന ടേം അവിടെ വരുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് നമുക്ക് സ്റ്റഡി ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ ഇത് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ആക്ച്വലി എ പെൻഡുലം ഇൻ ആൻ ആക്സിലറേറ്റിംഗ് കാർ. Pendulum in an accelerating car. ഈ കേസാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിനെ അടിസ്ഥാനമാക്കുന്ന സമയത്താണ് ഈ ഫോഴ്സസ് ഫിക്ടീഷ്യസ് ഓർ അപ്പാരന്റ് ഫോഴ്സ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ ആക്സിലറേറ്റിംഗ് കാർ എന്ന് പറയുന്നതാണ് എന്ത്, നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പൊ ഇതിനൊരു സ്കീമാറ്റിക് ഡയഗ്രം ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്യാൻ പോവുകയാണ്. സപ്പോസ് പ്ലീസ് കൺസിഡർ ദിസ് ഈസ് അവർ കാർ ആൻഡ് ദ പെൻഡുലം ഈസ് ഹാങ്ങിങ് ഓൺ ദ ടോപ്പ് ഓഫ് ദ കാർ. ഓക്കെ, so this is the pendulum with mass m and this is the car. Okay, ഇവിടെ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ കാർ റെസ്റ്റ്, അതിന്റെ പൊസിഷൻ റെസ്റ്റിലാണെങ്കിൽ മീൻസ് ആക്സിലറേഷൻ ഓഫ് ദ കാർ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ് ഇവിടെ കാർ എന്ന് പറയുന്നത് ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. എന്നാൽ ആക്സിലറേഷൻ is not equal to 0 ആണെങ്കിൽ that means the car is in moving with a acceleration, so the car is not inertial frame of reference. Okay, ഈ കേസാണ് നമ്മൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കാർ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ so there is a force is experienced on this pendulum. That force is known as fictitious or apparent force. So നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് കാറിന്റെ മൂവ്മെന്റ് എ ആക്സിലറേഷനിലാണ് നടക്കുന്നതെങ്കിൽ ഈ ആക്സിലറേഷൻ കൊണ്ട് അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അതുകൂടാതെ ഈ ആക്സിലറേഷൻ കൊണ്ട് ഈ പെൻഡുലത്തിൽ ഉണ്ടാവുന്ന ഫോഴ്സ് ആക്ച്വലി എന്താണ് വരുന്നത്, F is equal to ma ആണല്ലോ വരുന്നത്. m എന്ന് പറയുന്നത് മാസ് ഓഫ് ദ പെൻഡുലം, a എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഓഫ് ദ പെൻഡുലം. സോ ആക്ച്വലി ദിസ് ആക്സിലറേഷൻ ഓഫ് പെൻഡുലം is equal to the acceleration of car. ഓക്കെ, സോ നമ്മൾ ഇതിനെ മാത്തമാറ്റിക്കലി ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി അറ്റ് സ്റ്റാർട്ടിംഗ് ഇനീഷ്യൽ സ്റ്റേജിൽ പെൻഡുലം ഇതാണ് പൊസിഷൻ എന്ന് കരുതുക. സോ ആഫ്റ്റർ കാർ ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ പെൻഡുലം, സോ ഇറ്റ് വിൽ ഡിസ്പ്ലേസ്. അങ്ങനെയാണെങ്കിൽ പെൻഡുലത്തിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യും ഡ്യൂ ടു ദി ഫോഴ്സ്, അപ്പാരന്റ് ഫോഴ്സ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് രണ്ട് ഫോഴ്സ് ആണ് മെയിൻ ആയിട്ട് ഈ പെൻഡുലത്തിൽ ആക്ട് ആവുന്നത്. ഒന്ന് ടെൻഷൻ,
ഓക്കെ. രണ്ടാമത്തത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു mg. സോ ഈ പെൻഡുലത്തിന് നമ്മൾ ആക്ട് ആവുന്ന രണ്ട് ഫോഴ്സസ്, ഒന്ന് ടെൻഷൻ, ഒന്ന് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് ടേമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ടി സൈൻ തീറ്റ, മറ്റൊന്ന് ടി കോസ് തീറ്റ. ദിസ് ഈസ് ദ തീറ്റ. സോ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് എക്സ് വൈ ഡയറക്ഷൻ ആണല്ലോ ആക്ച്വലി കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് എക്സ് ഡയമെൻഷൻ, ഇത് വൈ ഡയമെൻഷൻ. സോ ഇവിടെ നമ്മൾ പെൻഡുലത്തിന്റെ മൂവ്മെന്റ്, അതായത് ഈ ടി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ആക്ച്വലി വൈ ഡയമെൻഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ടി സൈൻ തീറ്റ എന്ന് പറയുന്നത് എക്സ് ഡയമെൻഷൻ. ഓക്കെ. ഇവിടെ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? ഈ വൈ ഡയറക്ഷനിൽ ആക്ട് ആവുന്ന ഫോഴ്സ് എത്രയാണ്? ടി കോസ് തീറ്റ ആണല്ലോ, ബട്ട് ടി കോസ് തീറ്റ. ഇതുപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എം ജി ഗ്രാവിറ്റേഷൻ ഫോഴ്സും ആക്ട് ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ടി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എം ജി ആയതുകൊണ്ടാണ് ഈ പെൻഡുലത്തിന് വൈ ഡയമെൻഷനിൽ അല്ലെങ്കിൽ വൈ ആക്സിസിൽ മൂവ്മെന്റ് ഇല്ലാത്തത്. അല്ലെ? ഇവിടെ നമുക്കറിയാം ഇത് എക്സ് ആക്സിസിലാണ് ഈ പെൻഡുലത്തിന് മൂവ്മെന്റ് ഉണ്ടാവുന്നത്. വൈ ഡയറക്ഷനിൽ ഒരിക്കലും മൂവ്മെന്റ് ഇവിടെ ഉണ്ടാവുന്നില്ല. എന്ന് വെച്ചാൽ ഈ ടി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എം ജി ആയതുകൊണ്ടാണ് ഈ വൈ ഡയറക്ഷനിൽ മൂവ്മെന്റ് ഇല്ലാത്തത്. ഓക്കെ. അങ്ങനെയാണ് നമുക്ക് എന്ത് എഴുതാം? ടി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എം ജി. ഓക്കെ. ദെൻ ടി ഈസ് ഈക്വൽ ടു എം ജി ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. This is equation 1. Okay. Sorry, this is equation 2. This is equation 1. Clear? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സ് ഡയറക്ഷൻ കൺസിഡർ ചെയ്യാം. ഇവിടെ എക്സ് ഡയറക്ഷനിൽ ആക്ട് ആവുന്ന ഫോഴ്സ് ആണ് ടി സൈൻ തീറ്റ. ഓക്കെ. ഈ ടി സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്തിന് ഈക്വലന്റ് ആണ്? എഫ് ഈസ് ഈക്വൽ ടു എം എ. ക്ലിയർ? സോ ഈ കേസ് എടുക്കുകയാണെങ്കിൽ, രണ്ടാമത്തെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ടി സൈൻ തീറ്റ is equal to m a. Equation number 3. Here T is the tension, theta is the angle, m is the mass of the pendulum, a is the acceleration. Okay. ഇവിടെ ആക്ച്വലി ഇതെന്താണ്? y ഡയറക്ഷനിലുള്ള ഫോഴ്സ് ആണ് Fy. ഇത് x ഡയറക്ഷനിലുള്ള ഫോഴ്സ്. ഓക്കെ. ക്ലിയർ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആക്സിലറേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ a is equal to t sin theta divided by m. ഇവിടെ നമുക്ക് t യുടെ വാല്യൂ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 2 ആണ് t. ഈ 2 നമുക്ക് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആക്സിലറേഷൻ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ t is equal to mg sin theta divided by cos theta m. ഇവിടെ ഈ m ഉം ക്യാൻസൽ ആവും. പിന്നുള്ളത് g sin theta divided by cos theta. This is equal to g tan theta. Clear? Means acceleration of the pendulum is equal to g tan theta. Acceleration of the pendulum g tan theta. Actually ഇവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് പെൻഡുലത്തിനാണെങ്കിലും കാറിനാണെങ്കിലും ആക്സിലറേഷൻ സെയിം ആണ്. ഇവിടെ കാർ ആക്സിലറേറ്റ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പെൻഡുലം ആക്സിലറേഷൻ നടക്കുന്നത്. ഓക്കെ. അപ്പം a is equal to g tan theta. ഓക്കെ. ഇനി നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 3. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യാം. 1 and 3. ഇക്വേഷൻ നമ്പർ 1 and 3. That is t cos theta
is equal to mg, and another one is t sin theta is equal to ma. T sin theta is equal to ma. Okay. ഈ രണ്ട് ഇക്വേഷൻസിനെ നമ്മൾ സ്ക്വയർ ചെയ്യുകയാണ്. സ്ക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ലഭിക്കുന്നത്? ടി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ is equal to m square g square and t square sin square theta is equal to m square a square. ഓക്കെ, ഇനി ഈ രണ്ട് ഇക്വേഷനെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇത് രണ്ടിനെ സം ചെയ്യുന്നു. സം ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഇവിടെ ടി സ്ക്വയർ രണ്ടിലും കോമൺ ടേം ആയതുകൊണ്ട് നമുക്കത് പുറത്തെടുത്ത് എഴുതാം. മീൻസ് ടി സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ is equal to ടി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ is equal to ഇവിടെ m കോമൺ ടൈം ആയതുകൊണ്ട് m സ്ക്വയർ ഇൻറ്റു a സ്ക്വയർ പ്ലസ് g സ്ക്വയർ. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കാണണം? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇറ്റ്സ് ഈക്വൽ ടു 1. സോ ടി സ്ക്വയർ is equal to m സ്ക്വയർ into a square plus g square, where t is equal to m into a square plus g square all raised to 1 by 2. Clear? Tension, actually t എന്ന് പറയുന്നത് tension. Tension is equal to m mass of the pendulum into a square. A means acceleration plus g square, g the gravity, all raised to 1 by 2. So we got the value of tensional force and also the value of acceleration of the pendulum and also the car. Clear? Okay, ഇതാണ് നമ്മൾ ഈ ഫിക്ടീഷ്യസ് ഓർ അപ്പാരന്റ് ഫോഴ്സ് എന്ന ടേബിളിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഇത് ക്ലിയർ ആണല്ലോ? എന്താണ് ഫിക്ടീഷ്യസ് ഫോഴ്സ്? നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിനെ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു മാസിൽ എക്സ്പീരിയൻസ് ആവുന്ന ഫോഴ്സിനാണ് നമ്മൾ ഫിക്ടീഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഡ്യൂ ടു ദി ആക്സിലറേഷൻ ഓഫ് ദ കാർ എ ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ പെൻഡുലം. ദാറ്റ് ഫോഴ്സ് ഈസ് നോൺ ആസ് ഫിക്ടീഷ്യസ് ഓർ അപ്പാരന്റ് ഫോഴ്സ്. Okay, and also we find out the acceleration and also the tension force. Clear? Okay.